കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ അവസ്ഥയാണ് ശരിയായ ദുരവസ്ഥ. സ്വാഭാവികമായും ഒരു ഭരണത്തിന്റെ 5ാം വർഷം പ്രതിപക്ഷത്തിന് കിട്ടേണ്ട ആനുകൂല്യങ്ങളുണ്ട്. കിട്ടിയതൊന്നും വിലപ്പോകുന്നില്ല എന്ന് മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി വെറും 2 മാസം മാത്രം മുന്നിൽ നിൽക്കെ ആര് നയിക്കണം എന്നുപോലും തീരുമാനിക്കാനാകുന്നില്ല. ഏറ്റവും ചുരുങ്ങിയ സമയം മാത്രം മുന്നിലുണ്ടായിരിക്കെ കേരളത്തിലെ പ്രതിപക്ഷം സ്വയം തിരുത്തുകയും അതിജീവിക്കുകയും ചെയ്തില്ലെങ്കിൽ പ്രതിപക്ഷം മാത്രമല്ല, കേരളവും പ്രതിസന്ധിയിലാകും. കാരണം ഒരു ജനാധിപത്യ സമൂഹത്തിലും ദുർബലമായ പ്രതിപക്ഷം നല്ല സൂചനയല്ല. CPMന്റെ വിലയിരുത്തൽ അനുസരിച്ച് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ 98 നിയമസഭാ മണ്ഡലങ്ങളിലും ഇടതുമുന്നണിക്ക് വ്യക്തമായ മുൻതൂക്കമുണ്ട്. UDFന് ആകെ 41 മണ്ഡലങ്ങളിൽ മാത്രമാണ് ആധിപത്യം നേടാനായത്. BJP നിലവിലേതുപോലെ ഒരു മണ്ഡലത്തിൽ മാത്രം. ആകെ വോട്ടിന്റെ 42% ഇടതുമുന്നണി നേടി. ഇത് ജനങ്ങളുടെ വിജയമാണ്. നമ്മൾ ഒന്നായി തുടരണമെന്ന് ദൃഢനിശ്ചയം ചെയ്ത എല്ലാവരുടെയും വിജയമായാണ് ഇതിനെ കാണേണ്ടത്. ഒരുപാട് ദല്ലാൾമാര്, കുപ്രചാരകര്, വലതുപക്ഷ വൈതാളികര്, പ്രത്യേക ലക്ഷ്യം വെച്ച് നീങ്ങിയ കേന്ദ്ര ഏജൻസികൾ, ഇവരൊക്കെ സംഘടിതമായി നടത്തിയ നുണപ്രചരണങ്ങൾക്ക് കേരളീയർ ഉചിതമായ മറുപടിയാണ് നൽകിയത്. വലിയ കളവുകളും ദുഷ്പ്രചരണങ്ങളുമാണ് കേരളത്തിലെ പ്രതിപക്ഷം നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ കേരളത്തിലെ ജനങ്ങൾ ആ പ്രചരണങ്ങൾ വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല, കേരളത്തിലെ ഇടതുപക്ഷ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളോടും കേരളത്തിൽ ഇന്ന് അധികാരത്തിലിരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ മികച്ച പ്രവർത്തനങ്ങളോടുമുള്ള പിന്തുണയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, അധ്യക്ഷ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി അന്തിമ ചിത്രമായപ്പോൾ ഇടതുമുന്നണി ത്രിതല പഞ്ചായത്തുകളിലും ശക്തമായ മേധാവിത്വം തെളിയിച്ചു. 14 ജില്ലാ പഞ്ചായത്തുകളിൽ 11ലും ഇടതുമുന്നണി ഭരണം നേടി. UDFന് ലഭിച്ച 3ൽ മലപ്പുറവും എറണാകുളവും മാത്രമാണ് വ്യക്തമായ വിജയം നേടിയത്. ഒപ്പത്തിനൊപ്പം നിന്ന വയനാട് നറുക്കെടുപ്പിലൂടെയാണ് UDFന് ആശ്വാസം കൂട്ടിച്ചേർത്തത്. ആകെയുള്ള ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 110 എണ്ണവും ഇടതുമുന്നണി നേടിയപ്പോൾ UDFന് 40 ബ്ലോക്കുകളിൽ ഒതുങ്ങേണ്ടി വന്നു. കഴിഞ്ഞ തവണ 54 ബ്ലോക്ക് പഞ്ചായത്തുകൾ UDF നേടിയിരുന്നു. ഇടതുമുന്നണി 98ൽ നിന്നാണ് 110ലേക്ക് ബ്ലോക്ക് തല നേട്ടം ഉയർത്തിയത്. 941 ഗ്രാമപഞ്ചായത്തുകളിൽ 580 ഇടതുമുന്നണി നേടി. കഴിഞ്ഞ തവണത്തെ 577ൽ നിന്ന് നില വീണ്ടും മുന്നോട്ടു പോയപ്പോൾ UDF കഴിഞ്ഞ തവണത്തേക്കാൾ 24 പഞ്ചായത്തുകൾ കൈവിട്ട് 326ൽ ഒതുങ്ങി. 6 കോർപ്പറേഷനിൽ 5ലും LDF നേരത്തെ ഭരണമുറപ്പിച്ചിരുന്നു. കാലാവധി കഴിയാത്തതും അധ്യക്ഷ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകാത്തതുമായി 10ഓളം പഞ്ചായത്തുകൾ ഇനിയും ശേഷിക്കുന്നുമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൊതുവെ ഇടതുമുന്നണി മികവ് കാണിക്കും എന്നാണ് UDF പറയാൻ ശ്രമിക്കുന്ന ന്യായമെങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആ ന്യായീകരണം സ്വീകാര്യമല്ല. കാരണം നേർക്കുനേർ വാശിയേറിയ രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കുന്നതെന്ന് അവകാശപ്പെട്ട് തന്നെയാണ് പ്രതിപക്ഷം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇറങ്ങിയത്. ഇടതുമുന്നണി വ്യക്തമായ ആസൂത്രണത്തോടെ പ്രതിസന്ധികളെ നേരിട്ടപ്പോൾ സ്വാഭാവികമായി കിട്ടിയ ആനുകൂല്യങ്ങൾ പോലും തുണയ്ക്കാതെ പ്രതിപക്ഷം പിന്നോട്ടു പോയത് എന്തുകൊണ്ടാണ്? ഉമ്മൻചാണ്ടി തിരിച്ചുവരണം, സുധാകരൻ നയിക്കണം, ലീഗിന്റെ അപ്രമാദിത്വം ഇല്ലാതാകണം തുടങ്ങിയ ആശ്വാസ വിലാപങ്ങൾ കൊണ്ട് പ്രതിപക്ഷത്തിന് ഈ തിരിച്ചടി മറികടക്കാൻ കഴിയുമോ? നിയമസഭയിൽ ഒരു കുഞ്ഞാലിക്കുട്ടിയെ പോലെ ഒരാളുണ്ടാകുന്നത് നല്ലതാണെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പ്രതിപക്ഷത്ത് അദ്ദേഹം ഉണ്ടാകുന്നത് വളരെ സഹായകരമായ നിലപാട് തന്നെയാണ്. അപ്പോൾ പ്രതിപക്ഷത്ത് അദ്ദേഹം ഉണ്ടാകുന്നതിനെ ഞാൻ സ്വാഗതം ചെയ്യുക തന്നെയാണ്. അതിലെനക്ക് വ്യത്യസ്ത അഭിപ്രായമില്ല. മുഖ്യമന്ത്രിയുടെ വെല്ലുവിളി ഏറ്റെടുക്കാൻ പോലും പ്രതിപക്ഷം ആത്മവിശ്വാസം സംഭരിച്ചിട്ടില്ല. കുഞ്ഞാലിക്കുട്ടി തിരിച്ചു വന്നാലും പ്രതിപക്ഷത്തിരിക്കുമെന്ന് മുഖ്യമന്ത്രി പറയുന്നു. ആരെന്ത് പറഞ്ഞാലും വേണ്ടില്ല, എങ്ങനെയെങ്കിലും UDFനെയും പ്രതിപക്ഷത്തെയും രക്ഷിച്ചെടുക്കാനാണ് PK കുഞ്ഞാലിക്കുട്ടി മടങ്ങി വരുന്നതെന്ന് ലീഗ് പറയുന്നു. ഞങ്ങളെല്ലാം പാർട്ടിയുടെ പ്രോപ്പർട്ടിയാണ്. ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ടോ, ആ കഴിവ് യഥാസമയം എവിടെ വിനിയോഗിക്കണം തീരുമാനിക്കാനുള്ള അവകാശം പാർട്ടിക്കുണ്ട്. ഇപ്പോൾ കുഞ്ഞാലി സാഹിബിൻ്റെ ഒരു പ്രസക്തിയുണ്ട്, ലീഗ് രാഷ്ട്രീയത്തിൽ കുഞ്ഞാലി സാഹിബിൻ്റെ ഒരു പ്രസക്തിയുണ്ട്.
ആ പ്രസക്തി എന്താണ്? കുഞ്ഞാലിക്കുട്ടി എന്നും 2 റോള് ഫലപ്രദമായി നിർവഹിച്ച് അതിൻ്റെ തെളിവുള്ള ആളാണ്. ഒന്ന് ലൈസൺ വർക്ക്, മറ്റൊന്ന് കോർഡിനേഷൻ. ഇന്നത്തെ കേരള സാഹചര്യത്തിൽ ഇത്തരമൊരു വർക്ക് UDF അനിവാര്യമാണെന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്. കോണി കയറി ഇറങ്ങുന്നത് പോലെ പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും മാറി മാറി ഓടിയെത്തി ഒരു മുന്നണിയെ രക്ഷിക്കേണ്ടി വരുന്ന ഭാരം PK കുഞ്ഞാലിക്കുട്ടിക്ക് ഏറ്റെടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? സ്പിരിറ്റ് എന്ന് പറയുന്നത് അധിക സമയം കേരളത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. അത് ഇനി നോക്കി പാർട്ടി നേതൃത്വം പറയുന്നത് അല്ല, അതാത് സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ പാർട്ടി നേതൃത്വം പറയും, തങ്ങൾ പറയും. ഇതിപ്പോ കൂടുതൽ സമയം അതിന്റെ സ്പിരിറ്റ് അതാണ്. പാർട്ടി എന്ത് തീരുമാനിക്കുന്നത് അതാണ് ഓരോ വ്യക്തികൾക്കും ഓരോ മെമ്പർക്കും ഉള്ളത്. അത് പ്രകാരമാണ് കുഞ്ഞാലി സാഹിബിന് താല്പര്യം ഇല്ലെങ്കിൽ പോലും പാർട്ടി പറഞ്ഞതിനനുസരിച്ചാണ്. UDF ചെറിയ ഒരു തിരിച്ചടിയുണ്ടായ ഒരു സമയത്ത് എന്ത് ചെയ്യണം ചെയ്യണ്ടെന്നുള്ളത് പാർട്ടി കമ്മിറ്റിയും അതിൻ്റെ അധ്യക്ഷൻ തങ്ങളുമല്ലേ തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങൾ അനുസരിക്കുക എന്നുള്ളതാണ് ലീഡേഴ്സിന്റെ ചുമതല. PK കുഞ്ഞാലിക്കുട്ടിക്ക് വേണ്ടിയല്ല, ലീഗിന് വേണ്ടിയുമല്ല, മുന്നണിക്കും കേരള രാഷ്ട്രീയത്തിനും വേണ്ടിയാണ് അദ്ദേഹത്തിന് ലോക്സഭാ MP സ്ഥാനം ഉപേക്ഷിക്കേണ്ടി വരുന്നത് എന്ന് മുസ്ലിം ലീഗ് അവകാശപ്പെട്ടാലും മിണ്ടാതെ കേട്ടു നിൽക്കാനേ കേരളത്തിൽ UDF അണികൾക്കും കഴിയൂ. അതാണ് മുന്നണിയുടെ അവസ്ഥ. ജനകീയതയും രാഷ്ട്രീയ തന്ത്രങ്ങളിൽ സൂക്ഷ്മതയുമുള്ള നേതൃത്വത്തിന്റെ അഭാവം UDF സമ്മതിക്കുന്നു. ആക്രമണോത്സുകമാകേണ്ട പ്രതിപക്ഷം ആദ്യ ലാപ്പിലെ പ്രതിരോധത്തിലേക്ക് തിരിയുന്നു. ഭരണകൂടത്തോട് ചോദ്യങ്ങൾ ഉന്നയിക്കേണ്ടവർ ചോദ്യങ്ങൾ നേരിടേണ്ടവരായി സ്വയം അവരോധിക്കുന്നു. മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസിന്റെ പോക്കിൽ മുസ്ലിം ലീഗിനും ക്ഷമ നശിച്ചു എന്നാണ് ന്യായം. എന്നുവെച്ചാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതിന്റെ എല്ലാം ഉത്തരവാദിത്തം കോൺഗ്രസിന് മാത്രമാണ് എന്ന് സാരം. അതങ്ങനെ ആയിരുന്നോ? UDF-നാകെ നഷ്ടം വരുത്തിയ വെൽഫെയർ പാർട്ടി ധാരണയുടെ ഉത്തരവാദിത്തം ആർക്കാണ്? കോൺഗ്രസിനോ ലീഗിനോ? കോൺഗ്രസിലെ അനൈക്യവും ഏകോപനമില്ലായ്മയും വലിയ തിരിച്ചടിയായി എന്നത് സത്യം. പക്ഷേ മുസ്ലിം ലീഗ് വെൽഫെയർ പാർട്ടി നീക്കുപോക്ക്, കേരള കോൺഗ്രസിലെ പ്രശ്നങ്ങൾ, ഇതെല്ലാം അതിന്റേതായ പങ്കുവഹിച്ച് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തിരിച്ചടി പൂർണ്ണമായത്. ബൂത്ത് തലം മുതൽ സംഘടനാപരമായിട്ടുള്ള ദൗർബല്യമുണ്ട്. ഏത് നടപടിയാണെങ്കിലും ആ നടപടി എത്രയും പെട്ടെന്ന് ജനുവരി മാസം 10-ാം തീയതിക്ക് മുമ്പായി അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നത് നന്നാകും. ശ്രീ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒരേ മനസ്സോടെ നീങ്ങണം. അതോടൊപ്പം തന്നെ ഒരു കളക്റ്റീവ് ലീഡർഷിപ്പ്, നല്ല നേതാക്കന്മാർ കേരളത്തിലുള്ള കോൺഗ്രസ് കളക്റ്റീവ് ലീഡർഷിപ്പ് വേണം. ഗ്രൂപ്പ് പ്രവർത്തനം അവസാനിപ്പിക്കാനുള്ള നടപടികൾ കേന്ദ്ര നേതൃത്വം കൈക്കൊള്ളണം. എല്ലാ ഘടകകക്ഷികളും മുന്നണിയുടെ അതിജീവനത്തിന് കോൺഗ്രസിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങളെക്കുറിച്ച് AICC നേതൃത്വത്തിന് മുന്നിൽ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിലാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി വീണ്ടും സജീവമാകണം എന്ന ആവശ്യവും ഉയർന്നത്. നേതൃത്വമാറ്റം ഇപ്പം പാർട്ടിയിലെ ചർച്ചാ വിഷയമല്ല. കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും യോജിച്ച ശക്തമായിട്ടുള്ള പ്രവർത്തനത്തിനുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഒരുക്കുന്നത്. അപ്പോൾ എല്ലാവരുമായിട്ട് ഇപ്പം നേതാക്കൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും, ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ടാകും. ഇത്രയൊക്കെ ഇപ്പോഴും കോൺഗ്രസിനും മുന്നണിക്കും ഈ ജീവൻ മരണ ഘട്ടത്തിലും ചിന്തിക്കാൻ കഴിയുന്നുള്ളൂ എന്നതാണ് പ്രശ്നം. കുഞ്ഞാലിക്കുട്ടി വന്നാൽ രക്ഷപ്പെട്ടു, ഉമ്മൻചാണ്ടി ഏറ്റെടുത്താൽ ജയിച്ചു എന്നീ ലളിത സമവാക്യങ്ങളിൽ ഇപ്പോഴും പ്രതിപക്ഷം കുരുങ്ങിക്കിടക്കുന്നത് എന്തിനെന്ന് മനസ്സിലാകുന്നില്ല. തെരഞ്ഞെടുപ്പ് വിജയമല്ല രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്നൊക്കെ വെറുതെ പറയാമെന്നേയുള്ളൂ. ജയിക്കാനാകാത്ത, ജയിപ്പിക്കാനാകാത്ത ഒരു മുന്നണിക്കൊപ്പം അണികൾ എന്നും ഇങ്ങനെ നേതൃത്വത്തിന്റെ നല്ല ബുദ്ധിക്ക് പ്രാർത്ഥിച്ചു കൂടെ നിൽക്കുമോ? അത് മാത്രമല്ല, ജയിച്ചാലും ഇല്ലെങ്കിലും കരുത്തും സംഘടനാ ബലവുമുള്ള ഒരു പ്രതിപക്ഷ സംവിധാനം ജനാധിപത്യത്തിന്റെ അനിവാര്യതയാണ്. പ്രതിപക്ഷം ഇപ്പോഴും എന്ത് ചെയ്യണം എന്നറിയാതെ പേരുകളിൽ പ്രതീക്ഷ അർപ്പിക്കുമ്പോൾ മറുവശത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുകൂടി കാണേണ്ടതുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിളക്കത്തിന്റെ ആലസ്യത്തിലേക്ക് മുങ്ങി വീഴാതെ ഇടതുമുന്നണി നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയുള്ള പരിപാടി ചിട്ടയായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. വിവാദങ്ങളെ അതിജീവിച്ച സർക്കാർ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ
കൃത്യമായ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു, സമയബന്ധിതമായി നടപ്പാക്കുന്നു. തിരിച്ചടികളിൽ നിന്ന് അതിവേഗം തിരുത്തലുകളിലേക്ക് മുന്നണി സംവിധാനം മുന്നിൽ നിന്ന് നയിക്കുന്നു. രാഷ്ട്രീയമായും ഭരണപരമായും വെല്ലുവിളികൾ നേരിടേണ്ടി വരുമ്പോഴും കീഴടങ്ങുക എന്നൊരു സാധ്യതയെ ഇല്ല എന്ന നിശ്ചയദാർഢ്യം ഇടതുമുന്നണിയുടെ പ്രവർത്തകർക്കും പകർന്നു കിട്ടുന്നു. പ്രതിപക്ഷത്തിനാകട്ടെ ഭരണത്തിന്റെ ബാധ്യതകളും വെല്ലുവിളികളും ഇല്ല. എന്നിട്ടും വരുന്ന 2 മാസത്തേക്ക് എന്ത് രാഷ്ട്രീയ പദ്ധതിയാണ് പ്രതിപക്ഷത്തിന്റെ മുന്നിലുള്ളത്?